ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഇതുവരെയായിട്ടും രണ്ട് പെയ്ഡ് വെബിനാഴ്സ് ആണ് നമ്മുടെ ചാനലിൽ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വെബിനാറിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്മാർട്ട് മണി ലെവൽ ഐഡൻറ്റിഫിക്കേഷൻ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പെയ്ഡായിട്ട് ചെയ്ത സെക്കൻഡ് വെബിനാർ എന്ന് പറയുന്നത് ക്യാൻഡിൽ സൈക്കോളജി ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്യാൻഡിലിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളെയും കുറിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് വെബിനാർ ക്യാൻഡിൽ സൈക്കോളജി എന്നുള്ള വെബിനാറിൽ നമ്മൾ സംസാരിച്ചത്, റൈറ്റ്? അപ്പം അന്നത്തെ ആ ക്യാൻഡിൽ സൈക്കോളജി എന്നുള്ള വെബിനാറിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ടോപ്പിക് ആയിരുന്നു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ച്. അതായത് നമ്മൾ SMC പഠിക്കുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ഓർഡർ ഫ്ലോ, റൈറ്റ്? ഇതുപോലുള്ള കാര്യങ്ങൾ, ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇല്ലെങ്കിൽ മിറ്റിഗേഷൻ ബ്ലോക്ക്, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്ത് ഒരുപാട് കൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട്, റൈറ്റ്? അപ്പം ഞാൻ പഠിപ്പിക്കാൻ, ഇല്ലെങ്കിൽ ഞാൻ ഈ ചാനൽ വഴി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പഠിക്കുന്ന ഓരോരോ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇത് റിയൽ മാർക്കറ്റിൽ ഇതിനെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഒരു പർട്ടിക്കുലർ സിനാരിയോ വരുമ്പം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കൺസെപ്റ്റിനെ നമുക്ക് എങ്ങനെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് നോളജും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത്. ഓക്കെ, ഇന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം SMC എന്ന് നമ്മൾ പഠിക്കുന്ന കുറേ കൺസെപ്റ്റ് നമുക്ക് റിയൽ മാർക്കറ്റിൽ എങ്ങനെ യൂസ് ചെയ്യാം, റൈറ്റ്? അപ്പം അന്നത്തെ ആ സൈക്കോളജി സെഷനിൽ നമ്മൾ കവർ ചെയ്തൊരു ടോപ്പിക് ആയിരുന്നു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്തുള്ള, അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മിഡ് പോയിന്റ് ബ്രേക്ക് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, റൈറ്റ്? ഇത് ജസ്റ്റ് നമ്മൾ കൺസെപ്റ്റ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ലോജിക്കലായിട്ട് മാർക്കറ്റിനെ നോക്കുന്ന സമയത്ത്, റൈറ്റ്, ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബയ്യേഴ്സിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നതാണ്. അതായത് ഒരു ബയ്യർ മാർക്കറ്റിലേക്ക് വരുമ്പം ആ ഒരു സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിലെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു മാർക്കറ്റ് പ്ലെയറിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ച്. ഒരു ബയ്യർ ആണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പോ, ഇല്ലെങ്കിൽ സെല്ലേഴ്സ് ആണ് സ്ട്രോങ് എങ്കിൽ അവർ അഗ്രസീവായിട്ട് മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് ഒരു ബിയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്സും വരാറുണ്ട്, റൈറ്റ്? അപ്പം നമുക്കിതെങ്ങനെ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിതിലെങ്ങനെ ഒരു ചെറിയ ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ട് നമുക്കിതൊരു ഫേവറബിൾ കണ്ടീഷനാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ സൈക്കോളജി ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്, റൈറ്റ്? അന്ന് ഞാൻ ടോപ്പിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ഓക്കെ, ഫെയർ വാല്യൂ മിഡ് പോയിന്റ് ബ്രേക്ക് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിനാരിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇത്തിരി കൂടെ ഇൻഡെപ്ത് ആയിട്ട് നമുക്കൊന്ന് കവർ ചെയ്യാം, റൈറ്റ്? സപ്പോസ് ഈ ഒരു പോർഷൻ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ബയ്യറിൻ്റെ കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രോപ്പറായിട്ട് ഈ ഒരു ഏരിയ കൺട്രോൾ ചെയ്യുന്നത് ഒരു ബിഗ് ബയ്യർ ആണെന്നുണ്ടെങ്കിൽ, ലോജിക്കലായിട്ട് നോക്കുന്ന സമയത്ത്, റൈറ്റ്, ഈ ഒരു ഫുൾ പോർഷൻ ഒരാൾ മാർക്കറ്റിൽ അവരുടെ ഏരിയ ആക്കി വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക, റൈറ്റ്? അപ്പം സപ്പോസ് ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരാൾ ബൈ ചെയ്തെന്ന് വിചാരിക്കുക, ഒരു 100 റുപ്പീസിൽ നിന്ന് ബൈ ചെയ്തു, റൈറ്റ്? ഇവിടുന്ന് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇവിടുന്ന് മാർക്കറ്റ് പയ്യെ മൂവ് ചെയ്ത് എന്ത് ചെയ്തു? അപ്പ് സൈഡിലേക്ക് പോയി, റൈറ്റ്? അപ്പം ഈ ഒരു പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് 200 റുപ്പീസായി. അതായത് ഇവിടെ ഇതിൻ്റെ താഴത്തുനിന്ന് ബൈ ചെയ്തിരിക്കുന്ന ഒരാൾ, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്ക് വരുന്നത് ഇതിൻ്റെ താഴെയായിരിക്കും, ഈ ഒരു പോർഷനിലായിരിക്കും ഓർഡർ ബ്ലോക്ക് വരുന്നത്. സപ്പോസ് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ഒരു ബിഗ് പ്ലെയർ എൻറ്റേർഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സപ്പോസ് അയാളുടെ ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കുക, ഇപ്പോൾ മാർക്കറ്റ് 200 റുപ്പീസിലാണ്, റൈറ്റ്? അതായത് ആ ബയ്യറിനിപ്പം 100% ആണ് റിട്ടേൺ കിട്ടിയിരിക്കുന്നത്, റൈറ്റ്? ഒരു 100% ആണ് പുള്ളിയുടെ ഇപ്പം ROI ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 1 ലക്ഷം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ആയിട്ട് ഇപ്പോൾ ടോട്ടൽ 2 ലക്ഷം രൂപയാണ് സ്ക്രീനിൽ കാണുന്നത്,
റൈറ്റ്. ഇനി അയാളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 300 400 റുപ്പീസ്, ഇല്ലെങ്കിൽ ഈ ഒരു അപ്പർ സോണിൽ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ വരുന്നതെന്ന് വിചാരിക്കുക. മാർക്കറ്റിൽ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സപ്പോസ് ഒരു 500 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? മാർക്കറ്റ് ചെറിയൊരു റീട്രേസ്മെന്റ് എടുത്തിട്ട് തിരിച്ച് എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് റീട്രേസ് ചെയ്തിട്ട് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകും. അതായത് നമ്മുടെ ഒരു ഹ്യൂമൻ സൈക്കോളജി വെച്ച് നോക്കുമ്പം നമ്മളൊരിക്കലും ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാർ ലെവൽസ് അല്ല നോക്കുന്നത്, നമ്മൾ നോക്കുന്നത് നമ്മുടെ PNL ആണ്. റൈറ്റ്. അപ്പം ഞാൻ ആ ഒരു ഇമോഷനെ കുറിച്ചാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം 2 ലക്ഷം രൂപയാണ് ഇപ്പം അയാളുടെ ഒരു ഓവറോൾ ക്യാപിറ്റൽ, അതായത് 1 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ആണ് അയാൾക്ക് കാണുന്നത്. റൈറ്റ്. 1 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ആണ് അയാൾക്കിപ്പം മാർക്കറ്റിൽ കാണുന്നതെന്ന് വിചാരിക്കുക. 1 ലക്ഷം രൂപ. അപ്പം മാർക്കറ്റ് താഴത്തേക്ക് റീട്രേസ് ചെയ്യുന്ന സമയത്ത് ഈ 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് പയ്യെ പയ്യെ പ്രോഫിറ്റ് കുറഞ്ഞു വരും. അതായത് ഒരു 75,000 രൂപയോ ഇല്ലെങ്കിൽ 65,000 രൂപയൊക്കെ ആയിട്ട് മാർക്കറ്റിൽ റെഡ്യൂസ് ചെയ്യും ക്യാപിറ്റൽ. റൈറ്റ്. അപ്പം ഇയാളുടെ ഒരു ഓവറോൾ ടാർഗറ്റ് ഇതാണെന്നുണ്ടെങ്കിൽ, ഓവറോൾ ടാർഗറ്റ് ഒരു 500 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പർട്ടിക്കുലർ സോണിന് താഴെ ഈ മാർക്കറ്റിനെ കൊണ്ടുവരാൻ ആ ബിഗ് പ്ലെയർ അനുവദിക്കത്തില്ല. മനസ്സിലായോ? കാരണം അപ്സൈഡിലേക്ക് പോകാനുള്ള, ഇപ്പം ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഞാനൊന്ന് കുഴഞ്ഞെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എക്സ്ട്രാ എഫേർട്ട് ഇടണം. ഇവിടുന്ന് വീണ്ടും 500 റുപ്പീസിലേക്ക് പോകാൻ വേണ്ടി ഞാൻ നേരത്തെ കവർ ചെയ്ത ഏരിയ എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് മൂലം ഞാൻ സ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ നെക്സ്റ്റ് ടൈം എഫേർട്ട് ഇടുന്ന സമയത്ത്, ഇല്ലെങ്കിൽ എൻ്റെ എനർജി ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷനിലുള്ള ഈ ഒരു ഏരിയയിലുള്ള എനർജി എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. കാരണം ഞാൻ നേരത്തെ കവർ ചെയ്ത ഏരിയ വീണ്ടും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ എനർജി യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ബിഗ് പ്ലെയർ ഒരു 500 റുപ്പീസ് ആണ് അയാളുടെ ഓവറോൾ ടാർഗറ്റ് എങ്കിൽ ഒരിക്കലും ഈ ഒരു 200 ഫസ്റ്റ് ഒരു മൂവ് കഴിയുമ്പോഴത്തേക്ക്, അതായത് ഇവിടുന്ന് ഒരു അഗ്രഷൻ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു 30% താഴെ, അല്ലെങ്കിൽ ഇത് ഡ്രാസ്റ്റിക് ആയിട്ട് ഒരുപാട് താഴത്തേക്ക് വരാൻ അവരനുവദിക്കത്തില്ല. അതായത് ഈ ഒരു പോർഷൻ ഒരു കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു 50% താഴെ, അതായത് ഇപ്പോൾ 1 ലക്ഷം എന്നുള്ള പ്രോഫിറ്റ് ഒരു 50,000 ആയി കഴിയുമ്പോഴത്തേക്ക് 50,000 വരെ ഓക്കെയാണ്. റൈറ്റ്. എനിക്ക് 1 ലക്ഷം കിട്ടുന്നുണ്ടായിരുന്നു, ഒരു 50,000 രൂപ അതിൽ നിന്ന് ലോസ് ആയി. പക്ഷേ 50,000 കഴിയുന്നത് വരെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഇമോഷണൽ ഇഷ്യൂസും കാണത്തില്ല. ഓക്കെ, വീണ്ടും അപ്സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 1 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ 5 ലക്ഷം ആയി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഈ 50 എന്ന് പറയുന്നത് അതിൻ്റെയും താഴത്തേക്ക് വരുമ്പം 40K ഇല്ലെങ്കിൽ 30K എന്ന് പറയുമ്പം മാർക്കറ്റ് മൂവ് ചെയ്ത അപ്സൈഡ് മൂവ് ചെയ്തതിൻ്റെ ഓൾമോസ്റ്റ് 60%, അതായത് പകുതിയിൽ കൂടുതൽ പോർഷനെ വീണ്ടും എന്ത് ചെയ്തു? റീട്രേസ് ചെയ്ത് താഴത്തേക്ക് വന്നു. ഇതിന് ആൾക്കാർ ഫിബനാക്കി ലെവലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഇമോഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50,000 കിട്ടുന്ന പാർട്ടിയിൽ നിന്ന് 50,000 കഴിയുമ്പോഴത്തേക്ക് 50,000ത്തിൽ നിന്ന് നമ്മുടെ ഒരു പ്രോഫിറ്റ് ഡ്രോ ഡൗൺ ആകുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒരു ചെറിയൊരു ഇമോഷണൽ ഇഷ്യൂ വരും. ബുക്ക് ചെയ്യണോ? ഓക്കെ, ഞാൻ 1 ലക്ഷം വരെ കണ്ടതാണ്, എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഓക്കെ 50,000 വരെ ഓക്കെയാണ്. പക്ഷെ 50,000ത്തിൽ നിന്ന് പയ്യെ ഇത് കുറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഒരു ബയ്യർ, ഈ പോർഷനിൽ നിൽക്കുന്ന ഒരു ബയ്യർ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, അയാൾ പ്രോപ്പറായിട്ട് അയാൾക്ക് സ്ട്രെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു 50%-ന് മുകളിൽ ഇതിനെ കവർ ചെയ്യാൻ ഇവിടെ നിൽക്കുന്ന ബിഗ് പ്ലെയർ അനുവദിക്കത്തില്ല. റൈറ്റ്.
ആ 50%നെ ബ്രേക്ക് ചെയ്യാൻ, റൈറ്റ്, ഇതിൻ്റെ മുകളിൽ, ഇല്ലെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ ത്രൂ പറയാം, റൈറ്റ്, അപ്സൈഡിലേക്ക് പോയ ഒരു മാർക്കറ്റ്, ഈ അപ്സൈഡിലേക്ക് പോകുന്ന ഒരു മാർക്കറ്റ് ഈ ഒരു പോർഷനിൽ വരുമ്പോഴത്തേക്ക് ഇതിപ്പോൾ എന്താണ്, 100% ആണ്. ഈ ഒരു ഹൈ പോയിന്റിൽ വരുമ്പം ഇവിടെ 100% ബയ്യേഴ്സിൻ്റെ കൺട്രോളിലാണ്. ഈ ഒരു പോർഷനിൽ ഇപ്പോൾ എന്താണ്, 0% സെല്ലറിൻ്റെ കൺട്രോളാണ്, റൈറ്റ്. ആ മാർക്കറ്റ് അവിടെ നിന്ന് ഒരു 30% റീട്രേസ് ചെയ്യുമ്പം ഈ പെർസെൻറ്റേജിന് മാറ്റം വരും. അതായത് ഇപ്പം കൺട്രോൾ ചെയ്യുന്നത് 30% ആണ്. 70% ആർക്കാണ്? 70% ബയ്യേഴ്സിൻ്റെ കൺട്രോളിലാണ് മാർക്കറ്റ്, റൈറ്റ്. അതൊരു 50% വരുന്ന സമയത്ത് ഇപ്പം ഈ ഒരു ഏരിയയിൽ രണ്ടു പേർക്കും ഈക്വൽ ചാൻസ് ആണ്. 50%, 50%. ഇപ്പം 100% കൺട്രോളിലിരുന്ന ഒരു ഏരിയ പയ്യെ മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്ത സമയത്ത് 50-50% ആയി. ബയ്യേഴ്സിനും 50% ചാൻസ് ആണ് ഇനി അപ്സൈഡിലേക്ക് കൊണ്ടുപോകാൻ. അതോടൊപ്പം തന്നെ സെല്ലേഴ്സിന് 0% ചാൻസിലിരുന്ന സെല്ലേഴ്സിനും ഒരു 50% ചാൻസ് കിട്ടുന്നുണ്ട്. എന്തിന്? മാർക്കറ്റിനെ റിവേഴ്സ് ചെയ്യാൻ. അപ്പം ബുദ്ധിയുള്ളൊരു ബയർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു ഈക്വൽ പെർസെൻറ്റേജ് ചാൻസ് ഒരു സെല്ലറിന്, അതായത് ഒരു പ്രാവശ്യം സെല്ലറിനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു ചാൻസ് കൊടുക്കത്തില്ല ഒരു സ്ട്രോങ് ബയർ ആണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മിഡ് പോയിന്റിൻ്റെ ഒരു ലോജിക്ക്. അതായത് ഇവിടെ നിന്ന് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇതാണ് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ ഇത് ടോട്ടലി എന്താണ്, ബയ്യേഴ്സിൻ്റെ കൺട്രോളിലായിരുന്നു മാർക്കറ്റ്, റൈറ്റ്. ഇനി അതിൻ്റെ താഴെ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്യുന്നതിൻ്റെ കാര്യം, അതായത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഒരു 50%-ന് താഴെ മാർക്കറ്റിന് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇവിടം വരെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ചാൻസ് ആണ് സെല്ലേഴ്സ് എന്ത് ചെയ്യും. ഇപ്പോൾ സെല്ലേഴ്സിന് ഇപ്പം ഈ ഒരു മിഡ് പോയിന്റ് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിൽക്കുന്ന സമയത്ത്, ഈ ഒരു പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ 100% കോൺഫിഡൻ്റ് ആയിരുന്ന ബയ്യേഴ്സിന് ഇപ്പം ടോട്ടലി 30% ബയ്യേഴ്സിൻ്റെ കൺട്രോളും 70% സെല്ലേഴ്സിൻ്റെ കൺട്രോളിലേക്ക് മാറി മാർക്കറ്റ്. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാർക്കറ്റിൽ എന്ത് പറ്റും? സെല്ലേഴ്സ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഫുൾഫില്ല് ചെയ്യാൻ ശ്രമിക്കും, ടാപ്പ് ചെയ്യാൻ ശ്രമിക്കും, റൈറ്റ്. അപ്പം ഞാനിത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു ഡെയിലി ക്യാൻഡലിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഒരു മിഡ് പോയിന്റ് ബ്രേക്ക് ചെയ്ത് ബിറ്റ് കോയിനിൽ നിൽപ്പുണ്ട്, ഈ ഒരു പോയിന്റ്, റൈറ്റ്. അപ്പം നമ്മുടെ ഒരു മിഡ് പോയിന്റ് ബ്രേക്ക് ലോജിക്ക് വെച്ചിട്ട് എൻ്റെ ഒരു ടാർഗറ്റ് സെറ്റായി. ഇത് 100% കൺഫേം അല്ല, പക്ഷേ ഇപ്പം മാർക്കറ്റിൻ്റെ ഒരു ക്യാൻഡിൽ സൈക്കോളജി വെച്ചിട്ട്, ഇല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ക്ലോസിങ് വെച്ചിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് വെച്ചാൽ, ഓക്കെ, ഈ ഒരു 100% കൺട്രോളിൽ, ബയ്യേഴ്സിൻ്റെ കൺട്രോളിൽ നിന്ന ഏരിയേനെ മാർക്കറ്റ് തിരിച്ചു വന്ന സമയത്ത് സെല്ലേഴ്സിന് അതിൻ്റെ മിഡ് പോയിന്റ് ബ്രേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടം വരെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫുൾഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം എനിക്കെന്താണ്, എനിക്ക് അവിടെ നിന്ന് ഒരു ചെറിയൊരു ട്രേഡ് പ്ലാൻ കിട്ടി, അതായത് ട്രേഡ് ഐഡിയ. ഓക്കെ, മാർക്കറ്റ് താഴത്തേക്ക് വന്ന ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫുൾഫില്ല് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇതൊരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്, റൈറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ക്ലോസ് ചെയ്ത സമയത്ത്, ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പോയിന്റ്സ് കിട്ടാൻ സാധ്യതയുണ്ടോ? ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോഴും നമുക്ക് 1200 പോയിന്റ്സിന് മുകളിലുള്ള സ്പേസ് ഇപ്പോഴും ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ പെൻഡിങ് ആണ്. അതായത് എനിക്ക് ഇവിടുന്ന് പ്രോപ്പറായിട്ട് ഒരു ട്രേഡ് പഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ഒരു 1200 പോയിന്റിൻ്റെ ക്യാപ്ചർ ചെയ്യാനുള്ള, 1200 പോയിന്റ് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അവിടെ കിടപ്പുണ്ട്. ആ ഒരു സോൺ അവിടെ ഈസി ആയിട്ട് പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അത് ഫുൾഫില്ല് ചെയ്യാനുള്ള ഒരു സാധ്യത 70-80% ആണ്.
കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഇനി SMCയിൽ പഠിച്ച കൺസെപ്റ്റ്സ് ഉപയോഗിച്ച് നമുക്കൊരു എൻട്രി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫെയർ വാലി ഗ്യാപ്പിന്റെ മിഡ് പോയിന്റ് ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിനി എന്താണ് ഈ ഒരു 1200 പോയിന്റിന്റെ ഇവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിടക്കുന്നുണ്ട്, റൈറ്റ്? ഇനി നമ്മൾ എന്ത് ചെയ്യും? പയ്യെ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന മാർക്കറ്റിൽ അറിയാവുന്ന കൺസെപ്റ്റിന് ഇനിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, റൈറ്റ്? ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 1200 പോയിന്റിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് വെച്ചിട്ട് എനിക്ക് എങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇനിയാണ് നമുക്കൊരു എൻട്രി മോഡ്യൂളും കാര്യങ്ങളൊക്കെ വേണ്ടത്. ഒരു എൻട്രി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. അതായത് ഈ ഒരു ഏരിയ ക്യാപ്ചർ ചെയ്യാനുള്ള രീതിയിൽ എനിക്കൊരു എൻട്രി പോയിന്റ് എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടോ, റൈറ്റ്? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഹയർ ടൈം ഫ്രെയിമിൽ എനിക്ക് ആ ഒരു പ്ലാൻ സെറ്റായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും? ഈ ഡേ കഴിഞ്ഞു, നെക്സ്റ്റ് ഡേയുടെ ഓപ്പണിങ്ങിൽ ഞാൻ എന്ത് ചെയ്തു? ഇത് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. കാരണം ഇതിൻ്റെ ഒരു ഡേ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകും, റൈറ്റ്? അപ്പം ഇവിടെയാണ് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയത്. അതായത് ഈ റെഡ് ക്യാൻഡിലാണ് പ്രീവിയസ് ഡേ ക്ലോസ് ആയിരിക്കുന്നത്, റൈറ്റ്? അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു മിഡ് പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള പോയിന്റ് ആണ് ലെവലാണ് പെൻഡിങ് ആയി കിടക്കുന്നത്, റൈറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയാണ് SMCയിൽ ഞാൻ പഠിച്ച കൺസെപ്റ്റ്സ് യൂസ് ചെയ്യാൻ പോകുന്നത്. SMC എന്നല്ല, നമ്മൾ എന്ത് പഠിച്ചതാണെന്നുണ്ടെങ്കിലും ഇനിയാണ്. അപ്പം എൻ്റെ ഒരു ഐഡിയ ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിയറിഷ് ഐഡിയനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് മാർക്കറ്റിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം SMC ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ SMC എന്ന് പറയുന്നത് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്ലസ് ഓർഡർ ഫ്ലോ, റൈറ്റ്? അപ്പം നമുക്ക് പയ്യെ എന്താണ് ഇതിൻ്റെ മുമ്പത്തുള്ള ഓർഡർ ഫ്ലോ വരക്കാം. ഓർഡർ ഫ്ലോ ഏതാണ്? ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ലാസ്റ്റ് ലെഗ്. ഇനി ഞാനെന്ത് ചെയ്യും? ഇതാണ് എൻ്റെ എന്ത് ഓർഡർ ഫ്ലോ എന്ന് പറയുന്ന സാധനം. അതായത് മാർക്കറ്റിൽ ഏതൊരു ഡയറക്ഷനിലേക്കാണോ ഓർഡർ ഫ്ലോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി മാർക്കറ്റിൽ ഒരു ട്രെൻഡിന് എഗെയിൻസ്റ്റ് വരുന്ന റീട്രേസ്മെന്റിന്റെ ആ ഒരു സോണിനെയാണ് നമ്മൾ ഓർഡർ ഫ്ലോ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഓർഡർ ഫ്ലോ മാർക്ക് ചെയ്ത് കഴിയുമ്പം ഇനി എനിക്ക് കിട്ടേണ്ടത് ഓർഡർ ബ്ലോക്ക് ആണ്, റൈറ്റ്? ഇനി എനിക്ക് എന്താ വേണ്ട? എൻ്റെ ഒരു സെന്റിമെന്റ് ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് ഓർഡർ ബ്ലോക്ക് ആയിരിക്കും മാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞാൻ മാർക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ബിയറിഷ് ഓർഡർ ബ്ലോക്ക്. ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എവിടെയാണോ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നത്, ഇവിടെ എനിക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്, റൈറ്റ്? അത് ഞാൻ ഇത്തിരി ഇവിടെ എനിക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നുണ്ട് ഈ ഒരു പോയിന്റ്. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റം വന്നൊരു ഏരിയ, ആ ഒരു മൊമെന്റം വന്നൊരു സോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ബിയറിഷ് ഓർഡർ ബ്ലോക്ക്. കാരണം നമ്മുടെ ലോജിക്ക് ക്ലിയർ ആണ്, മാർക്കറ്റിൻ്റെ ഒരു സെന്റിമെന്റ് മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് അതിന് അലൈൻ ചെയ്ത് നമ്മൾ SMC കൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കാതെ ഇവിടുന്ന് എത്ര ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കണ്ടെത്താൻ ശ്രമിച്ചാലും ഇതൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആണ്. ഇത് ഫെയിലായി, ഈ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിലായി, ഈ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിലായി. മനസ്സിലായോ? ഈ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിലായി. ഇതെല്ലാം ഫെയിൽ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോജിക്ക് മാർക്കറ്റിന് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്ന്, ഇല്ലെങ്കിൽ മാർക്കറ്റിന്റെ ബയസ് മനസ്സിലാക്കാതെ ഡയറക്റ്റ് വന്ന് ഓർഡർ ബ്ലോക്ക് വരക്കുമ്പോഴത്തേക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ട്രേഡ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ട്രേഡ് എൻട്രി എന്ന് പറയുന്നത് ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാസ്റ്റ് വരുന്ന, അതായത് അനാലിസിസ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന ചെറിയൊരു പോർഷനാണ് എൻട്രി മൊഡ്യൂൾസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, റൈറ്റ്?
അപ്പം നമ്മൾ അലൈൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്താണ് കിട്ടിയത്, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്, റൈറ്റ്? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് എനിക്കൊരു ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്നൊരു ഷോർട്ട് പൊസിഷൻ ബിൽഡ് ചെയ്യാമെന്ന് വിചാരിക്കും ഇവിടെ നിന്ന്. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ചെറിയൊരു ബഫർ കൊടുത്തിട്ട് ഞാൻ SL പ്ലേസ് ചെയ്തു. ആ ഒരു ടാർഗറ്റ് സോൺ വരെ ഞാനിത് വരച്ചു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ? ഇവിടുത്തെ RR എന്ന് പറയുമ്പം 1:5 എബോവ് ഉണ്ട്. അപ്പം ഡയറക്ഷണൽ ബയസും കറക്റ്റാണ്, അവിടെ നിന്ന് എനിക്ക് പ്രോപ്പറായിട്ട് ഒരു റിസ്ക് റിവാർഡും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്കൊരു ട്രേഡ് ട്രൈ ചെയ്യാം, റൈറ്റ്? നിങ്ങൾക്ക് ഈ ടൈപ്പ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞാനിടുന്നൊരു എഫേർട്ട് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക്. എന്നാലേ നിങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. എന്നാലേ നമുക്കും ഇത് കണക്കുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒരു ടൈം സ്പെൻഡ് ചെയ്ത് പറഞ്ഞു തരാനുള്ള താല്പര്യം വരത്തുള്ളൂ, റൈറ്റ്? അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും കേട്ടൊരു കൺസെപ്റ്റ്, SMCയുടെ കൺസെപ്റ്റ് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓൾറെഡി ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. അപ്പോൾ ഇത് കണക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്, നമ്മളൊരു വീഡിയോ ജസ്റ്റ് യൂട്യൂബിൽ ആ ഒരു ഒരു ടൈം ടേബിൾ വൈസ് ചെയ്യാതെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കൺസെപ്റ്റ്, അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആകണം, ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമെന്നുള്ള രീതിയിലുള്ള കണ്ടന്റ് മാത്രമേ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം കുറേ വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വേണ്ട, പ്രോപ്പറായിട്ടുള്ള നോളജ് വൈസ് ഉള്ള കാര്യങ്ങൾ മാത്രം ഫിൽട്ടർ ഔട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.